Hi guys, once again welcome back. Yes, അപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് എല്ലാ കാര്യത്തിനും ഒരു സംശയമാണ്. ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഓൾ ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് ഫോർ 7 to +2 വരെയുള്ള കുട്ടികളെ കണ്ടന്റായിട്ട് നിഹാൽ സാറിന് ഈ ഒരു ചാനൽ ഇപ്പം നിഹാൽ പെർസ്പെക്റ്റീവ് ആയിരുന്നു. നിഹാൽ പെർസ്പെക്റ്റീവ് ഒരു പുതിയ ചാനൽ നിഹാൽ സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് താഴെ ഞാൻ ചുമ്മാ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടന്റുകളൊക്കെ കമന്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേവഗിരി കോളേജ്, കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഓട്ടോണമസ് കോളേജിലെ ദേവഗിരി കോളേജിന്റെ അഡ്മിഷൻ ഡേറ്റ് ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്, പക്ഷേ 29-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരും, അതായത് എസ്പെഷ്യലി ദേവഗിരി കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്പർ 1 ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്, ശരിക്കും നല്ല അടിപൊളി നാക്ക് എന്താണ് A++ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് ഓഫ് കോഴിക്കോടിലെ ഏറ്റവും ബെസ്റ്റ് ഒരു എന്താണ് ഓട്ടോണമസ് കോളേജാണ് ദേവഗിരി. എങ്ങനെ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം? നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് ദേവഗിരി കോളേജിൻ്റെ ഓൺലൈൻ എന്താണ് അവരുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ദേവഗിരി കോളേജ് സെൻറ്റ് ജോസഫ് ദേവഗിരി സെൻറ്റ് ജോസഫ് കോളേജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെബ്സൈറ്റ് കിട്ടും. വെബ്സൈറ്റിൽ ഇതുപോലെ അഡ്മിഷനിൽ UG അഡ്മിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഗൈഡ് ലൈൻസ് പ്രോസ്പെക്ടേഴ്സ് അപ്ലൈ ഉണ്ടാവും. ഈ കാണാം, ഇത് നിങ്ങൾക്ക് ഡേറ്റ് കാണാം. മെയ് 29-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതായത് മെയ് 29 എക്സ്റ്റെൻഡ് കിട്ടും. മെയ് 21 വരെ ഡേറ്റ് നീട്ടിയിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ഇനി എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം? ഇതിൽ ഈ അപ്ലൈ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, നിങ്ങളുടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്പർ 1, ഓൺലൈൻ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഫോർ അഡ്മിനിസ്ട്രേഷൻ എവറി കാറ്റഗറി ഇൻക്ലൂഡിംഗ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി കോട്ട ആയിക്കോട്ടെ. ഏത് കോട്ടയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് ഈ വെബ്സൈറ്റിൽ വഴി അപേക്ഷിച്ചിരിക്കണം. അതായത് നിങ്ങളുടെ സ്റ്റുഡൻറ് ID അവർക്ക് വേണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അലോങ് വിത്ത് ഓൺലൈൻ registration form, candidates seeking admission in management quota should submit separate application from management office. ഇനി നിങ്ങൾ നോക്കി, നിങ്ങൾ അത് along with the online registration form, candidates seeking admission in management quota, നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയിലാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ മാനേജ്മെന്റ് കോട്ടയിൽ കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവിടുത്തെ ഓഫീസിൽ പോയിട്ട് മാനേജ്മെന്റ് ഫോം വാങ്ങി അവിടെ എന്താണ് ഓഫ്ലൈനായിട്ട് കോളേജിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. ഇനി ഇതിന്റെ ഫീസ് എങ്ങനെ വരുന്നത്? ആപ്ലിക്കേഷൻ ഫീ ഓൾ കാൻഡിഡേറ്റ് 350 രൂപ, എക്സെപ്റ്റ് ആര് SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെറും 125 രൂപയാണ്. ബാക്കി എല്ലാ കുട്ടികൾക്കും ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട ഫീസ് 350 രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. റെഡി? ഇനി അടുത്തത്, ആപ്ലിക്കാൻ കാൻ ബി റെമിറ്റ് ഫീ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് or UPI. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ പേ ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൈസ അടയ്ക്കാം. ഇതാണ് ആദ്യത്തെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി അടുത്ത കാര്യം, ഫോർ കംപ്ലീറ്റിംഗ് ദ രജിസ്ട്രേഷൻ പ്രോസസ് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്. നിങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ നിങ്ങളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം പിടിച്ചോ. നമ്പർ 1, SLC ആൻഡ് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ CBSE പഠിച്ച കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ്സിൽ, അല്ലെങ്കിൽ SLC പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സ് വേണം, നിർബന്ധമാണ്. +2 അല്ലെങ്കിൽ +2 ഈക്വലന്റ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് വേണം. അതൊക്കെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള രജിസ്റ്റർ നമ്പർ ഒക്കെ കൊടുക്കാണ്ട്. അടുത്ത്, സോഫ്റ്റ് കോപ്പി ഓഫ് +2 ഈക്വലന്റ് എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ് അപ്ലിക്കബിൾ ഫോർ കാൻഡിഡേറ്റ് ഫ്രം അതർ ദാൻ HSC CBSE സ്ട്രീം. അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് കോപ്പി അതിന് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡ് ആവശ്യമുണ്ട്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, പ്രധാനപ്പെട്ടാണ്. എന്താണ് ഫോർമാറ്റിലുള്ള ഫോട്ടോ വേണം. റെലവൻസ് സർട്ടിഫിക്കേഷൻ ഫോർ ക്ലെയിമിംഗ് റിസർവേഷൻ ആൻഡ് ബോണസ് മാർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ബോണസ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിലും പിന്നെ റിസർവേഷൻ ഉണ്ട്. ഇപ്പോൾ കാറ്റഗറി SC/ST അല്ലെങ്കിൽ അത്തരത്തിലുള്ള OBC ഒക്കെ റിസർവേഷൻ ആയിരിക്കും, അതിനുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബോണസ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ CAP ID ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇഫ് ഇനി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ CAP ID കൊടുക്കുക. CAP ID കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്താണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് CAP ID ഉണ്ടെങ്കിൽ, ഇഫ് ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, റെഡി? ഇനി applicant can choose a maximum of 8 program. Applicant should be pay special attention in giving preference to different program. Whether a higher preference is allowed to the applicant and all lower preference will be cancelled. ഓക്കെ, എന്താണ് പിന്നെ എന്താണ് 8 പ്രോഗ്രാമിന് മാക്സിമം എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും. ആൻഡ് ടേക്ക് എ പ്രിന്റ് ഔട്ട് ദ ഫിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പ്രിഫറൻസ്. അപ്പോൾ നിങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കുക എന്ത് ചെയ്യുക, നിങ്ങൾക്കത് പിന്നെ ഫില്ല് ചെയ്ത് അതിൻ്റെ ഫോട്ടോ പ്രിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് എടുത്ത് വെക്കുക നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ എന്താ ചോദിച്ചത്, പിന്നെ സ്പോർട്സ് കാര്യമാണ്. സ്പോർട്സ് കോട്ടക്കാർക്ക് എന്ത് ചെയ്യണം, ഷുഡ് ബി സെൻഡ് കോപ്പി റെലവൻറ്റ് സ്പോർട്സ് ഡോക്യുമെന്റ് അലോങ് വിത്ത് പ്രിന്റ് ഔട്ട് ആൻഡ് ഓൺലൈൻ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സ്പോർട്സിലാണുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് മുൻ വർഷങ്ങളൊക്കെ നിങ്ങൾ എന്താണ് സ്റ്റേറ്റൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് സെപ്പറേറ്റ് തന്നെയാണ്. ഓക്കെ, പിന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്തെങ്കിലും കോളേജിൻ്റെ വെബ്സൈറ്റിൽ പിന്നെ എന്ത് ചെയ്യും, പിന്നെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈൻ എങ്ങനെ ഓൺലൈൻ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങളിവിടെ അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അടുത്തൊരു വെബ്സൈറ്റിൽ പോകും. വരുന്ന വെബ്സൈറ്റ് ആണ്, ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ ലോഗിനും കാണാം, രജിസ്റ്ററിനും കാണാം. ലോഗിൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആപ്ലിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്താൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് രജിസ്റ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കാറ്റഗറി, ജെൻഡർ, മെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ കൊടുക്കുക. I am not robot രജിസ്റ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ബാക്കി കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ വരും ഈ ഓൺലൈൻ അല്ലെങ്കിൽ
അവരുടെ പ്രൊസീജിയർ, അതായത് കിട്ടിയ ഫോം ഫിൽട്ടർ ചെയ്തുകൊണ്ട് കൃത്യമായി എവിടെ കാണാൻ വേണ്ടി സാധിക്കും, നിങ്ങളുടെ ഇവരുടെ വെബ്സൈറ്റ് വഴി ഈ അലോട്ട്മെന്റ് ആയ ഡീറ്റെയിൽസ് ഒക്കെ ഈ വെബ്സൈറ്റ് ത്രൂ അറിയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോഴിക്കോട് ഏറ്റവും ബെസ്റ്റ് ഒരു ഓട്ടോണമസ് കോളേജ് ആണ് ദേവഗിരി കോളേജ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് എത്താൻ നിങ്ങൾ ആരും വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളെ +2 ഗ്രൂപ്പൊക്കെ ഉണ്ടായിരിക്കില്ല, വേഗം അതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾ താഴെ ചോദിക്കുക, അല്ലെങ്കിൽ നിഹാൽ സാർ എന്നതിൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിഹാൽ സാർ ജസ്റ്റ് സെറ്റ് ചെയ്താൽ കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡയറക്റ്റ് DMൽ വന്നാൽ ഈ തരം സംശയങ്ങളെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിഹാൽ സാർ, ബൈ.